This poem is titled After Apple Picking. It is written by Robert Frost. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ പോയിറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം, മിക്കവാറും പേർക്കും ഫെമിലിയർ ആയിരിക്കണം. ഹി ഈസ് എൻ അമേരിക്കൻ പോയിറ്റ്, 20th സെഞ്ചുറിയിലെ അമേരിക്കൻ പോയിറ്റ് ആണ്. ഹി വാസ് ബോൺ ഇൻ 1874 ആൻഡ് ഡൈഡ് ഇൻ 1963. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പോയിറ്റ് ആയിരുന്നു റോബർട്ട് ഫ്രോസ്റ്റിന്റെ സമയത്ത്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ വളരെ വായിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന ലൈൻസ് ആണ്, പക്ഷെ അതിന് ഡിസെപ്റ്റീവ്ലി സിമ്പിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പറ്റിക്കുക അല്ലെ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, ഡിസെപ്റ്റീവ്ലി സിമ്പിൾ പോയിംസ് നമ്മൾ പറയും. കാരണം സിമ്പിൾ ആണെന്ന് തോന്നിച്ചാലും അതിൽ വളരെയധികം ഡീപ്പർ മീനിങ്സ് ഉള്ള, സിംബോളിക് ആയിട്ടുള്ള സൂചനകളുള്ള, ഒരു സംതിങ് സ്റ്റാൻഡ്സ് ഫോർ സംതിങ് എൽസ്, അങ്ങനെയുള്ള പോയംസ് ആണ്. ഡിസെപ്റ്റീവ്ലി സിമ്പിൾ പോയംസ് ആണ്. വായിക്കുമ്പോൾ നമ്മൾ ചില കവിതകളൊക്കെ വായിക്കുമ്പോൾ അയ്യോ എന്തൊരു സാഹിത്യമാണെന്ന് ഓർക്കത്തില്ലേ? നമുക്ക് അറിയാൻ വയ്യാത്ത കുറെ ഹാർഡ് വേർഡ്സും ഡിഫിക്കൾട്ട് വേർഡ്സും കേട്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത വാക്കുകളും കേട്ടിട്ടില്ലാത്ത എക്സ്പ്രഷൻസും ഒക്കെ. അപ്പൊ നമുക്കത് ഇത് പാടാണല്ലോ എന്ന് തോന്നാം. പക്ഷെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ വേർഡ്സും ഡിക്ഷൻ എന്ന് നമ്മൾ പറയും, ചോയ്സ് ഓഫ് വേർഡ്സിന് ഡിക്ഷൻ എന്ന് പറയും, എല്ലാം വളരെ സിമ്പിൾ ആണ്. പക്ഷെ അത് ഡിസെപ്റ്റീവ്ലി സിമ്പിൾ ആണ്. കാരണം ഈ ബിനീത്ത് ദ ലൈൻസ് there is an underlying deeper symbolic meaning. Okay. Maybe you have heard Jawaharlal Nehru used to find 4 lines from Robert Frost's poem very inspiring. Robert Frostന്റെ 4 വരികൾ ജവഹർലാൽ നെഹ്റുവിനെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, The woods are lovely, dark and deep, but I have promises to keep, miles to go before I sleep and miles to go before I sleep. Okay. അപ്പം ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല്, ഈ പോയത്തിലെ സ്പീക്കർ ഒരു ഹോസയില് വളരെ തണുത്തുറഞ്ഞ വിന്റർ സമയത്ത് യാത്ര ചെയ്യുവാണ്. യാത്ര ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം വുഡ്സ്, WOODS അല്ലെ, ഒരു കാടിന്റെ പ്രതീതിയുള്ള സ്ഥലം അല്ലെ, കാട് എന്നൊക്കെ പറയാം. അപ്പം അത് കാണുന്നു. യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കണ്ടാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വുഡ്സ് കാണുന്നു. അപ്പൊ ഉടനെ തന്നെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്, ആ ഒരു വുഡ്സിലൊന്ന് പോയി നോക്കിയാലോ, അവിടെ എന്തൊക്കെ മനോഹര ദൃശ്യങ്ങളാണ് ഉള്ളതെന്ന്. വളരെ മിസ്റ്റീരിയസ് ആണ്, ക്യൂരിയോസിറ്റി അറൗസിങ് ആണ്. എന്തൊക്കെയൊന്ന് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ എന്നൊരു ചിന്ത വരുന്നു. പക്ഷെ അടുത്ത സമയം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന ചിന്ത എന്താണ്? ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്. എനിക്ക് പ്രോമിസസ് കീപ്പ് ചെയ്യേണ്ടത്, അതായത് ഞാൻ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഓക്കെ, ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു അവരോടൊക്കെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ, അവരോടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് എന്ന് പറയുന്നത്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. മൈൽസ് ടു ഗോ, വളരെയധികം ദൂരം സഞ്ചരിക്കാനുണ്ട്. ഈ ഹോസ്റ്റൽ വളരെയധികം ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ബേസിക് ലെവലിൽ തോന്നാം അല്ലെ. അദ്ദേഹം ഒരു വുഡ്സ് കണ്ടു, ഉടനെ തന്നെ വുഡ്സിലോട്ടൊന്ന് പോയാലോ എന്ന് ഓർത്തു. പക്ഷെ വേണ്ട, എനിക്കിനി യാത്ര ചെയ്യാനുണ്ട്, എനിക്കിനി സഞ്ചരിക്കാനുണ്ട് എന്ന് പറഞ്ഞു വിചാരിച്ചു എന്ന് പറയും. പക്ഷെ അതിന്റെ അണ്ടർലൈൻ മീനിങ് എന്താ? ഈ ജീവിതത്തില് വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മുടെ പാതയിൽ നിന്ന് അകറ്റുന്ന വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള പ്രലോഭനങ്ങളുണ്ട്. പക്ഷെ എന്താണ്, ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് കുറേയധികം കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. എനിക്ക് ഇനിയും ദൂരം സഞ്ചരിക്കുവാനുണ്ട്. എന്താ ഇനിയും എനിക്ക് ഈ ജീവിതത്തിൽ
ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുണ്ട്. എപ്പോൾ? ഞാൻ മരിക്കുന്നതിന് മുൻപായിട്ട്, അല്ലെ? ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്, മരണം എത്തും മുൻപേ. അപ്പൊ നമുക്ക് അവിടെ കാണാം സ്ലീപ്പ് എന്നുള്ളത് ഇറ്റ് സിംബലൈസസ് ഡെത്ത്, അല്ലെ? ജേർണി റെപ്രസെന്റ്സ് ലൈഫ് and the woods represent all the temptations that take us away from our life's path. So this is how a Robert Frost poem is. This is why I said his poems are deceptively simple. ഇത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈൻസും ആണ്, അല്ലെ? The woods are lovely, dark and deep, but I have promises to keep, miles to go before I sleep, and miles to go before I sleep. ഓക്കെ, അപ്പം അങ്ങനെയുള്ള നമ്മൾ നേച്ചറും ചുറ്റുപാടുകളും ഒക്കെ വീക്ഷിച്ച് അതിൽ നിന്ന് അതിലെ ദൃശ്യങ്ങളും സൗണ്ട്സും ഇതൊക്കെ ഡെപ്പിക്ട് ചെയ്യുന്ന പോയിംസ് ആണ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയിംസ്. അതുപോലെ നിങ്ങൾ കുറച്ചു പേരെങ്കിലും മെൻഡിങ് വാൾ എന്നുള്ള പോയം കേട്ടിട്ടുണ്ടാവും. മെൻഡിങ് വാൾ, മെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റിപ്പയറിംഗ് എന്നുള്ള മീനിങ് ആണ്. നമ്മൾ ഷൂസ് മെൻഡ് ചെയ്യാന്ന് പറയും. കേടായ പൊട്ടിപ്പോയ ഷൂസ് നന്നാക്കി എടുക്കുന്നത് മെൻഡിങ് ഷൂസ് ആണ്. അതുപോലെ മെൻഡിങ് വാൾ, വാൾ മതില്, രണ്ട് നെയ്ബേഴ്സ് തമ്മിലുള്ള മതിലാണ്. ആ അവരുടെ തമ്മിലൊരു മതിലുണ്ട്. ഇനി അതായത് ഓരോ വർഷവും കുറെ കല്ലുകളൊക്കെ ഇളകിപ്പോകും, അല്ലെ? ഈ മതിലിങ്ങനെ ഓവർ ദ ടൈം ഇറ്റ് ബിക്കംസ് വീക്കർ. കുറെ കല്ലൊക്കെ മറിഞ്ഞു പോവും, നീങ്ങിപ്പോവും. അപ്പം അവര് ഒരു സീസൺ, ഒരു പ്രത്യേക സീസൺ ആകുമ്പോഴത്തേക്കും ഈ പോയത്തിലെ സ്പീക്കർ ഈ വാള് മെൻഡ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് തന്നെ നല്ല സ്ട്രോങ് ആക്കും. അപ്പം അദ്ദേഹം എന്നിട്ട് ഈ സ്പീക്കർ തന്നെ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാനും നെയ്ബറും തമ്മിൽ ഇങ്ങനെ ഒരു വാളിന്റെ ആവശ്യം? എന്റെ പൈൻ ട്രീസ് അല്ലെങ്കിൽ രണ്ടുപേർക്കും രണ്ട് കൃഷിയാണുള്ളത്. ഒരാൾക്ക് പൈൻ ട്രീസ് ആണുള്ളത്, ഒരാൾക്ക് ആപ്പിൾസ് ആണുള്ളത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോത്തൊന്നും ഇല്ല. പിന്നെ എന്തിനാണ് ഞാന് ഈ ഭിത്തി, ഞങ്ങളെ വേർതിരിക്കുന്ന ഈ ഭിത്തി എന്തിനാണ്? ഇവിടെ ഈ ഭിത്തി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലിറ്ററൽ ആയിട്ട് ഒരു മതിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താ? മനുഷ്യരെ അകറ്റുന്ന കാര്യങ്ങളെല്ലാം, മനുഷ്യരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന എന്തൊക്കെ ആണെങ്കിൽ അത് ഇറ്റ് ക്യാൻ ബി യുനോ സോഷ്യൽ ക്ലാസ്, റേസ്, കാസ്റ്റ്, അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങളുണ്ട്, അല്ലെ? മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന. അപ്പം ഈ വേർതിരിക്കുന്നതെല്ലാം മതിലിനെ സൂചിപ്പിക്കുന്നു. ഇനി രണ്ട് നെയ്ബേഴ്സ് തമ്മിലാണെങ്കിൽ എന്താണുള്ളത്? ഒരല്പം അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു അല്പം ഡിസ്റ്റൻസും ഉള്ളത് നല്ലതാ, അല്ലെ? ഒരു മതിലുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് സ്നേഹിക്കാൻ പോയതല്ലായിരിക്കും ചിലപ്പം ഭയങ്കര വഴക്കായിട്ട് തീരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ ആണ്. ഈ മതില് വേണോ, പക്ഷെ മതിലുണ്ടെങ്കിൽ അതിന്റെ ഗുണവുമുണ്ട് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചിന്തകളാണ് വരുന്നത്. അപ്പം ഇതും സിംബോളിക് ആണ്. മനുഷ്യരെ അകറ്റുന്ന, വേർതിരിക്കുന്ന സമൂഹത്തിലെ ഓരോ ഘടകങ്ങളെയാണ് ഈ മതില് സൂചിപ്പിക്കുന്നത് മെൻഡിങ് വാൾ എന്നുള്ള കവിതയിൽ. ഓക്കെ, ഇനി നമുക്ക് ഇന്നിവിടെ പഠിക്കാനുള്ളത് ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ് എന്ന് പറയുന്ന റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു പോയമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആഫ്റ്റർ ആപ്പിൾ പിക്കിങ്, ഇതും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഡീപ്പർ മീനിങ്സ് ഉള്ള, സിംബോളിക് മീനിങ്സ് ഉള്ള പോയമാണ്. പക്ഷെ ഏറ്റവും ആദ്യം നമുക്ക് അതിന്റെ ലിറ്ററൽ മീനിങ് നോക്കാം. എന്താണ് അത്? ഏറ്റവും ബേസിക് ലെവലിലുള്ള മീനിങ് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ സിംബോളിക് മീനിങ്സിലേക്ക് പോവാം. ഓക്കെ, നൗ ഐ ഷെയർ ദ പോയം വിത്ത് യു. Okay, I hope you can see. Okay, so we are going to begin with the
the poem. First of all, I'll read the poem once and then we'll begin with our explanation. My long two-pointed ladder is sticking through a tree toward heaven still, and there is a barrel that I didn't fill beside it, and there may be 2 or 3 apples I didn't pick up on some bough. But I am done with apple picking now. Essence of winter sleep is on the night. The scent of apples I am drowsing off. I cannot rub the strangeness from my sight I got from looking through a pane of glass I skimmed this morning from the drinking trough and held against the world of hoary grass. It melted and I let it fall and break. But I was well upon my way to sleep before it fell, and I could tell what form my dreaming was about to take. Magnified apples appear and disappear, stem end and blossom end, and every fleck of russet showing clear. My instep arch not only keeps the ache, it keeps the pressure of a ladder round. I feel the ladder sway as the boughs bend, and I keep hearing from the cellar bin the rumbling sound of load on load of apples coming in. For I have had too much of apple picking. I am overtired of the great harvest I myself desired. There were 10,000 fruit to touch, cherish in hand, lift down and not let fall. For all that struck the earth, no matter if not bruised or spiked with stubble, went surely to the cider apple heap as of no worth. One can see what will trouble this sleep of mine, whatever sleep it is. Were he not gone, the woodchuck could say whether it's like his long sleep, as I describe its coming on, or just some human sleep. Okay. ഇവിടെ സ്ലീപ്പ് എന്നുള്ള വേർഡ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്ലീപ്പ്, ഡ്രീമിങ്, ഡ്രൗസി. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ സ്പീക്കർ ഇൻ ദ പോയം ഹിസ് അബൌട്ട് ടു സ്ലീപ്പ്, ഇസ് അബൌട്ട് ടു ഫോൾ അസ്ലീപ്പ്. ആ ഒരു സമയത്ത് ഡ്രീംസ് ഒക്കെ ഇങ്ങനെ, ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയം ചിലപ്പോഴൊക്കെ നമുക്ക് കുറെ ഇമേജസ് നമ്മുടെ മനസ്സിൽ വരും അല്ലെ? അപ്പം അങ്ങനെ കുറെ ഇമേജസ് മനസ്സിൽ വരുന്നു. ഇമേജസും സൗണ്ട്സും ഫീലിങ്സും ഒക്കെ വരുന്നുണ്ട്. സെൻസേഷൻസ് ആണ് അല്ലെ? ഇവയെല്ലാം പല പല സെൻസേഷൻസ് ആണ്. സൗണ്ട് ഉണ്ട്, സൈറ്റ്സ് ഉണ്ട്, സ്മെൽ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. Then these come to this speaker, and he is about to sleep. He is drowsy. He says he is feeling drowsy. അപ്പം ഈ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ആപ്പിൾ പിക്കിങ്ങുമായിട്ടാണ് അല്ലെ? അപ്പോൾ മിക്കവാറും അന്ന് പകലോ മറ്റോ ഇദ്ദേഹം കുറെ ആപ്പിൾസ് പറിച്ച് ബാരലിൽ നിറച്ച്, ബാരൽ കണക്കെ ആപ്പിൾ പറിച്ച ദിവസമായിരിക്കണം. അപ്പൊ അന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ ഓർമ്മകളെല്ലാം, ഈ ഇമേജസും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒന്നും കൂടെ വരുന്നു. അപ്പം ആ സമയത്തെ തോട്ട്സ് എന്താണ്? ഡ്രീംസിൽ നമ്മുടെ തോട്ട്സ് വളരെ ലോജിക്കലും സിസ്റ്റമാറ്റിക്കും ഒന്നും അല്ലേ, മൊത്തം ഒരു ഹാഫ് ഹസാർഡ് ആയിരിക്കും, ഒരു മിക്സ്ഡ് അപ്പ് ആയിരിക്കും. അതുപോലെ കുറെ സെൻസേഷൻസ് ആണ് ഈ പോയത്തിൽ മിക്സ്ഡ് അപ്പ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ലിറ്ററൽ ആയിട്ട് ആപ്പിൾ പിക്കിങ്ങിന്റെ ഒരു സംഭവം, ഒരു ഇൻസിഡന്റ് ഓർക്കുന്നതുണ്ട്, അപ്പോഴത്തെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അത് ആദ്യം ഒന്ന് ലിറ്ററൽ ആയിട്ടുള്ളത് നോക്കാം.
ഇപ്പം ആദ്യം മനസ്സിലേക്ക് വരുന്ന എന്താണ്? ആപ്പിൾ പിക്കിംഗ്, ലാഡറിൽ കയറി ആപ്പിൾ പറിക്കുന്ന ആ ഒരു സമയം. ദാറ്റ് ഇസ് ദ കോണ്ടെക്സ്റ്റ്. My long two-pointed ladder is sticking through a tree. Like we saw in the image, there is a ladder and it is kept against a tree, against an apple tree. Toward heaven still. Like, always you keep the ladder up. Like it is, so you can say it is toward the heights. Or ഇവിടെ അതിന് ടുവേർഡ് ഹെവൻ സ്റ്റിൽ എന്ന് പറയുന്നു. ഹെവൻ സ്റ്റിൽ എന്നുള്ളത് സിംബോളിക് ആയിട്ടാണ്. അത് പിന്നീട് നമുക്ക് കാണാൻ എന്താണെന്ന്. അപ്പം യു കീപ് ദ ലാഡർ അഗൈൻസ്റ്റ് ദി ആപ്പിൾ ട്രീ ആൻഡ് ദർ ഇസ് എ ബാരൽ ദാറ്റ് ഐ ഡിഡ്ന്റ് ഫിൽ. അവിടെ ചോട്ടില് ഒരു ബാരൽ ഉണ്ട്. ആ ബാരല് ഞാൻ ഇനിയും ഫില്ല് ചെയ്യാത്ത, നിറയ്ക്കാത്തൊരു എംപ്റ്റി ബാരൽ ഉണ്ട് ഈ ലാഡറിന്റെ അടുത്ത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇനിയും ഈ ആപ്പിൾ ട്രീയില് അവിടെയും ഇവിടെയും ചില ബൗസില് 2-3 ആപ്പിളൊക്കെ പറിക്കാൻ ബാക്കി കിടപ്പുണ്ട്. പക്ഷെ ഞാൻ മടുത്തു. കുറെ ആപ്പിൾസിനെ പറിച്ച് ഞാൻ മടുത്തു. ഈ വലിയ വിളവ് കൊണ്ട് ഞാൻ തന്നെ ടയേർഡ് ആയിരിക്കുന്നു. ഐ എം ടയേർഡ് ഓഫ് പിക്കിംഗ് ആപ്പിൾസ്. ഓക്കെ, ഐ എം ഡൺ വിത്ത് ഇറ്റ്. നമ്മൾ പറയാറില്ലേ ഐ എം ഡൺ വിത്ത് ഇറ്റ് എന്ന് പറയാറില്ലേ? എനിക്ക് മതിയായി എന്നുള്ള ഒരു ഇംപ്ലിക്കേഷൻ. അപ്പം ആൻഡ് ദർ ഇസ് എ ബാരൽ ദാറ്റ് ഐ ഡിഡ്ന്റ് ഫിൽ beside it, and there may be 2 or 3 apples I didn't pick upon some branch, but I am done with apple picking now. Okay, ഞാനിത് മതിയാക്കുകയാണ്. Essence of winter sleep is on the night. അതും ഒരു സിംബോളിക് ലൈൻ ആണ്. വിന്റർ സ്ലീപ്പ് അല്ലെ, വിന്റർ സീസൺ ആണെന്നുള്ളതിന്റെ ഒരു വിന്റർ സീസൺ വരുന്നു അല്ലെങ്കിൽ വിന്റർ സീസണിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു സൂചനയുണ്ട് അവിടെ. സ്ലീപ്പ് എന്നുള്ള വേർഡ് പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വിന്റർ സ്ലീപ്പ്. വിന്ററിലെ ആനിമൽസ് ഒക്കെ ഹൈബർനേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചില ആനിമൽസ് ഒക്കെ ഓൾ ത്രൂ ദ വിന്റർ, എസ്പെഷ്യലി എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റിലുള്ള ആനിമൽസ്, ബെയർസും സ്ക്വിറൽസും ഒക്കെ ഹൈബർനേറ്റ് ചെയ്യാറുണ്ട്. ആ സീസൺ മുഴുവൻ കിടന്ന് ഉറങ്ങാറുണ്ട് അല്ലെ. അപ്പം വിന്റർ സ്ലീപ്പ് ഇസ് ഓൺ ദ നൈറ്റ്. ഈ നൈറ്റ് ഇത് ഡേ ടൈമിലെ ഇൻസിഡന്റ് ആണ് ഈ ആപ്പിൾ പിക്കിംഗ്. പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഈ ഇമേജസ് പിന്നീട് മനസ്സിൽ വരുന്നത്. അപ്പം നൈറ്റ്, ഇറ്റ് ഇസ് നൈറ്റ് ടൈം and the sleep is about to overpower this person. The scent of apples. അപ്പൊ ഒരു സ്മെൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ്? ആപ്പിൾസിന്റെ ആ സെന്റ്. ഐ എം ഡ്രൗസിങ് ഓഫ്. ഞാൻ ഡ്രൗസി പറയാറുണ്ട് അല്ലെ, ഉറക്കം തൂങ്ങി. അപ്പം ഐ എം ഡ്രൗസിങ് ഓഫ്, ഐ എം falling asleep. And here we are introduced with a particular sensation, that of the scent of apples. ഇനി അടുത്തതായിട്ട് ഒരു സൈറ്റും ഒരു ഫീലിംഗും മിക്സപ്പ് ചെയ്ത ഒരു ഇൻസിഡന്റ് ഓർക്കുകയാണ്. അതായത് അദ്ദേഹം രാവിലെ ഈ വാട്ടർ ട്രോഫ്, നമ്മൾ സ്നേക്ക് പറിച്ചപ്പം ഈ ട്രോഫ് എന്ന് പറഞ്ഞായിരുന്നു, വാട്ടർ ട്രോഫ്, വാട്ടർ ഹോൾഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ. ആ കണ്ടെയ്നറിൽ എടുത്തപ്പോഴത്തേക്കും അതിൽ ഐസ് ആയി മാറിയിരുന്നു ഏകദേശം ആ വെള്ളം. അപ്പൊ എന്താണ്? ഇറ്റ് ഇസ് എ വെരി കോൾഡ് ക്ലൈമറ്റ് അല്ലെ, വിന്റർ സീസൺ ആണ്, അല്ലെങ്കിൽ വിന്റർ സീസൺ അടുത്ത് എത്തിയിരിക്കുന്നു. അപ്പം അതിൽ നിന്ന് ആ ഒരു ഐസിന്റെ ഒരു പാളി മുകളിൽ നിന്നൊന്ന് എടുത്തു നോക്കിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? അതൊരു ഒരു ഗ്ലാസ് പോലെ പിടിച്ച് പുറത്തേക്ക് നോക്കുകയാണ്. പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും പുറമെ ഇങ്ങനെ ഗ്രാസ് ഒക്കെ, പുറത്തുള്ള ഗ്രാസ്, it has become almost gray and white because of the snow, because of the onset of snow. അപ്പൊ അങ്ങനെയുള്ള ആ ഗ്രാസിനാണ് ഹോറി ഗ്രാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. It is gray in color. The grass has turned gray. ഈ ഗ്ലാസ്, ഈ വാട്ടർ, ഈ ഐസിനെ ഒരു ഗ്ലാസ് പോലെ
പിടിച്ചിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ കണ്ട ദൃശ്യം, ഈ ഐസ് പുറത്തെടുത്ത് പിടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതെന്താണ്, നമ്മുടെ കൈയുടെ ചൂടുകൊണ്ട് അതങ്ങ് മെൽറ്റ് ചെയ്യും അല്ലെ. ഇറ്റ് മെൽറ്റഡ് ആൻഡ് ഐ ലെറ്റ് ഇറ്റ് ഫോൾ ആൻഡ് ബ്രേക്ക്. ഓക്കെ, ഇതൊരു വളരെ സ്ട്രെയിൻ സൈറ്റ് ആയിട്ട് നമ്മളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ വി ഷൽ റീഡ് ദ ലൈൻസ്. I cannot rub the strangeness from my sight. Okay. I got from looking through a pane of glass. I skimmed this morning from the drinking trough and held against the world of hoary grass. It melted. It no endana that pane of glass, or rather the ice, the piece of ice. It melted and I let it fall and break. But I was well upon my way to sleep before it fell. അപ്പൊ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് ഇത്, ഈ വെള്ളം, ഈ ഐസ് താഴെ മെൽറ്റ് ചെയ്ത് വീണപ്പോഴത്തേക്കും തന്നെ ഞാൻ ഏകദേശം ഉറങ്ങാറായി. അപ്പോൾ ചിലപ്പോ ഇത് നടന്ന ഒരു ഇൻസിഡന്റ് ആകണമെന്നില്ല, ഉറക്കത്തിന് മുന്നേ മനസ്സിൽ വന്ന ഒരു ചിന്തയും ആവാം. അതുകൊണ്ടായിരിക്കാം ഉറങ്ങുന്ന ആ ഐസ് മെൽറ്റ് ചെയ്ത് വീണപ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ ഞാൻ ഉറക്കം പിടിച്ചു എന്ന് പറയുന്നത്. But I was well upon my way to sleep before it fell, and I could tell what form my dreaming was about to take. ഇനി എന്ത് ഡ്രീംസ് ആണ് എന്റെ മനസ്സിൽ വരിക എന്ന് എനിക്ക് ഏകദേശം അറിയാമായിരുന്നു. എന്റെ മനസ്സിൽ വരാൻ പോകുന്ന എന്താണ്, ആപ്പിൾ പിക്കിങ്ങിനെ കുറിച്ചുള്ള ചില ഡ്രീംസ് ആണ്. ആപ്പിൾസ് ആണ് എന്റെ മനസ്സിൽ വരാൻ പോകുന്ന ദൃശ്യമെന്ന് ഇദ്ദേഹം കരുതുകയാണ്. നമുക്കറിയാലോ, പല സമയത്തും നമ്മൾ ഡെയിലി ചെയ്ത കാര്യങ്ങള്, കണ്ടുമുട്ടിയ ആളുകള്, ചെയ്തു തീർത്ത കാര്യങ്ങള്, ഇവയെല്ലാം കൂടെ ഒരു മിക്സപ്പ് ആയിട്ടായിരിക്കും ഡ്രീംസിൽ വരുന്നത് അല്ലെ. യാതൊരു ബന്ധവും ഇല്ലാത്തവര് തമ്മില് കണക്ഷൻസും എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ് ആയിട്ട് ഒരു പോട്ട്പോറി പോലെ, ഒരു മിക്സ്ഡ് അപ്പ് ബ്ലെൻഡഡ് കാര്യങ്ങളായിരിക്കും ഡ്രീംസിലുള്ളത്. അപ്പൊ അവിടെ നമ്മള് ഡ്രീംസ് ലോജിക്കൽ അല്ല അല്ലെ. അതുപോലെ ഈ എന്താ പറയുന്നത്, അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താണ്, ആപ്പിൾസിനെയാണ് ഞാൻ ഡ്രീംസിൽ കാണാൻ പോകുന്നതായിരിക്കണം, ആപ്പിൾ പിക്കിങ്ങിനെ കുറിച്ചായിരിക്കണം. അപ്പം എന്താണ് ഞാൻ കാണുന്ന സൈറ്റ്, മാഗ്നിഫൈഡ് ആപ്പിൾസ് അപ്പിയർ ആൻഡ് ഡിസപ്പിയർ. മാഗ്നിഫൈഡ് ആപ്പിൾസ് ചെറിയ സൈസ് അല്ല, ഡ്രീമിൽ എന്താണ് വലുതായിട്ട് വലുപ്പം വെക്കുന്നു, അത് ഡിസപ്പിയർ ചെയ്യുന്നു, അപ്പിയർ ചെയ്യുന്നു അല്ലെ, ഗ്രാഫിക്സ് ഒക്കെ പോലെ. ഇപ്പം that is the way human mind is, right, when it dreams. Magnified apples appear and disappear. Stem end and blossom end. Stem end, അത് ആപ്പിളിന്റെ മരത്തിന് അടുത്ത് നിൽക്കുന്ന ഭാഗം, മുകളിലത്തെ ഭാഗം. ബ്ലോസം എൻഡ് താഴത്തെ ഭാഗം. അപ്പം ഇവയെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് ഇദ്ദേഹം കാണുകയാണ്, വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഈ ഡ്രീമിൽ കാണുകയാണ്. ഒരു ആപ്പിള് അത് മാഗ്നിഫൈ ചെയ്ത് അതിന്റെ പുറമേ മൊത്തം ഒരേ ഒരു റെഡ് കളർ അല്ല അല്ലെ, ഇങ്ങനെ ഗ്രെയിൻസ് പോലെയുണ്ട്. റെഡ് അവിടെ ഇവിടെയും പാച്ചസ് ഓഫ് റെഡ് ആണ്. ആ പാച്ചസ് ഒക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് കാണാം. മാഗ്നിഫൈഡ് ആപ്പിൾ ആണ്. അതിന്റെ മുകളും താഴെ ഭാഗവും അതിന്റെ ചുറ്റുമുള്ള റെഡ് സ്കിന്നും ഒക്കെ, അതിന്റെ ആ പാച്ചസും ഒക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് കാണുന്നു. റസിറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് എന്നാണ്. ഫ്ലെക്ക് ഓഫ് റെഡ്, പാച്ചസ് ഓഫ് റെഡ് കളർ. സോ മാഗ്നിഫൈഡ് ആപ്പിൾസ് അപ്പിയർ ആൻഡ് ഡിസപ്പിയർ, stem end and blossom end, and every fleck of russet red showing clear. Okay, ഇനി അടുത്തതൊരു സെൻസേഷൻ ആണ് പറയാൻ പോകുന്നത്, ഒരു ഫീലിംഗ് ആണ് പറയുന്നത്. ഇറ്റ് ഇസ് എ ഫീലിംഗ് ഓഫ് ഏക്ക്, ഓഫ് പെയിൻ അല്ലെ. നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ ഡ്രീംസില് സംടൈംസ് സം ഡ്രീംസ് ആർ വെരി ടോർമെന്റിങ് അല്ലെ, നമ്മൾ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ചെയ്യുന്ന ഡ്രീംസ്, നമുക്ക് അത് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന ഡ്രീംസ്, ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നത് ഒക്കെ ഡ്രീംസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഇദ്ദേഹം ആപ്പിൾ ലാഡറിന്റെ മുകളിൽ നിൽക്കുമ്പോൾ
കാല് കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാല് വേദന എടുത്ത പോലെ ആ ഒരു സെൻസേഷൻ ഇവിടെ പറയുകയാണ്. My instep arch not only keeps the ache. So my instep, I told you what the instep is. It is the curved part, middle part of the foot, with which you rest your foot on the ladder. So my instep arch not only keeps the ache, it keeps the pressure of a ladder round. So it keeps the ladder, in place. I feel the ladder sway. Sway means slowly move. So as a boughs bend, the apple branches, ഞാൻ വലിക്കുമ്പോഴത്തേക്കും അതും ഇങ്ങോട്ട് അനങ്ങുന്നത് അതിനോടൊപ്പം തന്നെ ഈ ലാഡറിന്റെ ബാലൻസും ചെറുതായിട്ട് മാറും അല്ലെ. അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു സ്വേ, ഒരു ചെറിയൊരു മൂവ്മെന്റ് പോലെ. അത് താഴെ വീഴത്തില്ല, എന്നാലും he says I feel the ladder sway. ഒരു ചെറിയൊരു മൂവ്മെന്റ് ആസ് എ ബൗസ് ബെൻഡ്. ഈ ബ്രാഞ്ചസ് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും, ആപ്പിൾ പറിക്കാൻ വേണ്ടി ഞാൻ ഈ ബൗസിനെ ബെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിക്കുമ്പോഴത്തേക്കും, ഓക്കെ, ആ ഒരു സെൻസേഷൻസ് ഒക്കെ ഏക്കിന്റെ പിന്നെ ആ മൂവ്മെന്റ് ഇതെല്ലാം നമ്മളോട് പറയുന്നു. ദെൻ ഇനി അടുത്തതൊരു സൗണ്ട് ആണ്, ദ റംബ്ലിംഗ് സൗണ്ട് of load on load of apples coming in. Okay, so next is a sound. That sound is heard from the cellar. Cellar എന്ന് നമ്മൾ പറയും അല്ലെ, ബേസ്മെന്റ് എന്നൊക്കെ ഇപ്പോൾ പറയുന്ന. പഴയ കാലത്ത് നമ്മൾ ബേസ്മെന്റ് എന്നൊരു വേർഡ് അധികം യൂസ് ചെയ്യാറില്ലായിരുന്നു, അത് സെല്ലാർ ആയിരുന്നു. ഇപ്പോഴും രണ്ടും ഓൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്യാറുണ്ട്, എക്സാക്ട് സെയിമോ അല്ലതാണ്. അപ്പം സെല്ലാർ ഇസ് ദി ഗ്രൗണ്ട് ഫ്ലോറിന് ബിനീത്ത് ഉള്ള ഒരു ഫ്ലോർ ആണ് സെല്ലാർ. That is where things are stored. അപ്പൊ ഈ ആപ്പിളിന്റെ yield, ആപ്പിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് സെല്ലാറിലാണ്. അതുപോലെ ഉണ്ട്, സ്റ്റോർ ചെയ്യാനായിട്ട് ഉണ്ട് അല്ലെ. നമ്മള് പഴയ പത്തായം എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അതുപോലെ എന്താ പറയുന്നത്, ഇവിടെ സെല്ലാറിലാണ് ആപ്പിൾസ് സൂക്ഷിക്കുന്നത്. അപ്പം ആ ഒരു സൗണ്ട്, ആപ്പിൾസിന്റെ സൗണ്ട്, അതായത് അത് സെലക്ട് അല്ലെങ്കിൽ അതിനെ ഓരോന്നോരോന്നായിട്ട് ആ സെല്ലാറിൽ പ്ലേസ് ചെയ്യുന്നതിന്റെ, അതുപോലെ അതിൽ കുറച്ചെണ്ണം സോർട്ട് ചെയ്തിട്ട് നമ്മള് ഏറ്റവും പെർഫെക്റ്റ് അല്ലാത്ത ആപ്പിൾസിനെ മാറ്റി വെച്ച് അത് സൈഡർ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട്. സൈഡർ ഇസ് an alcoholic drink made from apple juice, like you make wine out of grapes. ആപ്പിളിന്റെ ആ ഒരു ആൽക്കഹോളിക് ഡ്രിങ്കിന് പറയുന്നത് ആപ്പിൾ സൈഡർ. സോ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്പിൾസ് എല്ലാം കഴിക്കാനായിട്ടും അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതില് എന്തെങ്കിലും ഒരു കേടുപാടുകൾ പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ വീഴുമ്പോൾ ചതയോ അല്ലെ, അല്ലെങ്കിൽ താഴെ വീഴുമ്പോൾ വേറെ എന്തെങ്കിലും ചെടികളിലൊക്കെ വീണ് അതിലൊരു എന്നാ പറയുന്ന ചെടികളുടെ സ്റ്റബിൾസ് നമ്മൾ പറയും. അതായത് ഇങ്ങനെ ഇപ്പൊ ഒരു ഫീൽഡ് ആണെങ്കിൽ, നമ്മളൊരു കണ്ടത്തില് ഇതെല്ലാം കൊയ്ത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ സ്റ്റബിൾസ് ബാക്കി നിൽക്കുന്നതിന് നമ്മൾ സ്റ്റബിൾസ് എന്ന് പറയും. അതുപോലെ ചെടികളുടെയൊക്കെ ആ ഒരു എന്നാ പറയുന്നത് പോയിന്റഡ് പാർട്ട്, അതിൽ ചെന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു ഒരു എക്സോറിയേഷൻ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ ആപ്പിൾ പെർഫെക്റ്റ് അല്ല, അതായത് ഒന്നെങ്കിൽ വീഴുമ്പോ ചതയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തെ വീണ് പിയേഴ്സ്ഡ് ആവുമോ, അതിൽ എന്തെങ്കിലും ഒരു പിയേഴ്സിങ് വരുവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും, അപ്പം അങ്ങനെയുള്ള ആപ്പിൾസിനെ എല്ലാം മാറ്റി വെച്ചിട്ട് അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, സൈഡർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഇദ്ദേഹം കേൾക്കുന്ന സൗണ്ട് ആണ് സെല്ലാറിൽ നിന്ന്. And I keep hearing from the cellar bin the rumbling sound of load on load of apples coming in. Apples cellarലേക്ക് വരുന്നത്. For I have had too much of apple picking. ഇത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് emphasize ചെയ്യാണ്. I am done with apple picking. I am overtired. Again, I am tired of all the things of all the apple picking. Of the great harvest I myself desired. ഞാൻ ആഗ്രഹിച്ചതാണ് ഈ വലിയ വിളവ്, പക്ഷെ ഈ വിളവ്
എടുത്ത് ഞാൻ മടുത്തു അല്ലെ, ആപ്പിൾസ് പറിച്ചു ഞാൻ ഇതാ എനിക്ക് മതി ആയി, അല്ലെങ്കിൽ ഐ എം സാറ്റിസ്ഫൈഡ് ആൻഡ് ഐ എം ഓവർ ടയർഡ്. There were 10,000 fruit to touch. ആയിരക്കണക്കിന് ആപ്പിൾസ് ആണ് ഉണ്ടായിരുന്നത്. നമുക്കത് ചെറിഷ് ഇൻ ഹാൻഡ്, അത് എടുക്കാം, അത് ലിഫ്റ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ പറിക്കുക, ആൻഡ് നോട്ട് ലെറ്റ് ഫോൾ, താഴെ വീഴാതെ സൂക്ഷിച്ച് പറിച്ച് അത് കഴിക്കാനായിട്ട് ഉള്ള അതുപോലെ ഇഷ്ടംപോലെ ആപ്പിൾസ് ഉണ്ടായിരുന്നു. 10,000 ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് കഴിക്കുവാൻ, അത് പറിച്ച് ഫ്രഷ് ആയിട്ട് കഴിക്കുവാനായിട്ട്. ഇനി ഏതെങ്കിലും ഒരെണ്ണം താഴെ വീണാൽ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പോയാലൊക്കെ അത് ഇനി ചതഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിനെ എന്ത് ചെയ്യും, താഴെ വീണതിനെ എല്ലാം സൈഡർ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെക്കും. സോ for all that struck the earth, no matter if not bruised or spiked with stubble, went surely to the cider apple heap as of no worth. അത് ഒരു ഗുണവുമില്ല എന്ന പോലെ ആ ഒരു താഴെ വീണെങ്കിൽ ചതഞ്ഞില്ലെങ്കിൽ പോലും അതിനെ സൈഡർ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെക്കും. One can see what will trouble this sleep of mine. Again, the sleep is being revoked or evoked. സ്ലീപ്പിനെ കുറിച്ചുള്ള റെഫറൻസ് വരുന്നു. വാട്ട് എവർ സ്ലീപ്പ് ഇറ്റ് ഇസ്. അപ്പം എനിക്ക് ഐ എം അബൌട്ട് ടു സ്ലീപ്പ്. ഈ സ്ലീപ്പ് എന്ത് സ്ലീപ്പാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ ഒരു ഉറക്കമാണോ, ഓവർനൈറ്റ് ഉറങ്ങുകയാണോ, അതോ is it going to be an eternal sleep? What is an eternal sleep? It's nothing but death. So I'm wondering if I am going to die or if it is just another overnight sleep. Were he not gone, the woodchuck എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വിറൽ ആണ്, ഒരു large squirrel that you see in North America. This squirrel it hibernates. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വിന്ററിൽ മുഴുവൻ കിടന്നുറങ്ങുന്ന ഹൈബർനേറ്റ് ചെയ്യുന്ന ആനിമൽ ആണ്. അപ്പം മേ ബി ഈ വുഡ്ചക്ക്, ഈ ആനിമലിനെ ഉണ്ടായിരുന്നെങ്കിൽ he might tell me whether ഞാൻ ഉറങ്ങാൻ പോകുന്നത് ആ വുഡ്ചക്കിന്റെ അവന്റെ പോലത്തെ ഒരു നീണ്ട ഉറക്കമാണോ, അത് നീണ്ട ഉറക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്താണ്, ഡെത്ത് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർ ജസ്റ്റ് സം ഹ്യൂമൻ സ്ലീപ്പ്, അതോ ഇടയ്ക്കൊന്ന് ഉറങ്ങി ഒരു ഓവർനൈറ്റ് ഉറങ്ങുന്ന ഒരു ഉറക്കം മാത്രമാണോ? The woodchuck, the squirrel which hibernates, could say whether it's like his long sleep. So whether it is like, ഇവിടെ long sleep എന്ന് പറയുന്നത് ഇയാളെ സംബന്ധിച്ച് that is a death. As I described, it's coming on, or just some human sleep, or whether it's just some overnight sleep. So this is a very literal meaning of the poem. The next class will be talking about the symbolic meanings of this poem by Robert Frost.